രാജ്യരക്ഷയ്ക്ക് തിരിച്ചടിച്ച് ഇന്ത്യ. പിന്നെയും പ്രകോപനം തുടർന്നതോടെയാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസ് തകർത്തത്. പാകിസ്ഥാന്റെ 2 ഫൈറ്റർ ജെറ്റുകൾ അടിച്ചിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. രാത്രിയിൽ വലിയ ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 26 കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ വിട്ട ഡ്രോണുകൾ ഇന്ത്യൻ പ്രതിരോധ സേന തകർത്തു. പാകിസ്ഥാനിലേക്ക് ശക്തമായ പ്രത്യാക്രമണം ഇന്ത്യ നടത്തി. കറാച്ചിയിലും പെഷവാറിലും ലാഹോറിലും അതിശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട്. പുലർച്ചെയും പാകിസ്ഥാൻ ആക്രമണം തുടർന്നു. ശ്രീനഗറിലും പഞ്ചാബിലെ അമൃത്സറിലും രാവിലെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. ആക്രമണത്തിൽ രാജ്കുമാർ ചാപ്പ എന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ മരിച്ചതായി അറിയുന്നു. അതിനിടെ ഇന്ത്യ പാക് സംഘർഷം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് G7 രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ G7 രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാരും യൂറോപ്യൻ യൂണിയന്റെ ഉന്നത പ്രതിനിധിയും അപലപിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പാക് കരസേനാ മേധാവി അസീം മുനീറുമായി സംസാരിച്ചിരിക്കുന്നു എന്നറിയുന്നു. സലാ ഡാമിന്റെ 5 ഷട്ടറുകൾ കൂടി ഇന്ത്യ തുറന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് പാകിസ്ഥാനിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരാൻ ഇടയാക്കും.